കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാം, മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും ഈശംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവരുളുന്ന വചനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് കൈത്താക്കാലം 4-ാം ഞായർ. സഭാമാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനവാക്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു ഗ്രാമത്തിൽ ഒരു വയോധികനായ കർഷകൻ ജീവിച്ചിരുന്നു. തന്റെ വയലിൽ വർഷങ്ങളായി കൃഷി ചെയ്തിരുന്നെങ്കിലും ഒരിക്കലും പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്തിയില്ല. ഒരു ദിവസം നിലം ഉഴുതുകൊണ്ടിരിക്കെ കലപ്പ ഒരു ഇരുമ്പ് പെട്ടിയിൽ തട്ടി. തുറന്നു നോക്കിയപ്പോൾ അതിൽ സ്വർണ്ണ നാണയങ്ങളും അമൂല്യരത്നങ്ങളും. ആ നിധി ലഭിക്കുവാൻ അദ്ദേഹം തന്റെ കൈവശമുണ്ടായിരുന്ന എല്ലാം വിറ്റ് ആ വയൽ വാങ്ങി. ഗ്രാമക്കാർ അദ്ദേഹത്തെ ഭ്രാന്തനെന്ന് പരിഹസിച്ചു. എന്നാൽ പിന്നീട് നിധി കണ്ടെത്തിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അദ്ദേഹം നഷ്ടപ്പെടുത്തിയതിനേക്കാൾ അനന്തമായ വലിയ സമ്പത്താണ് നേടിയതെന്ന്. ദൈവരാജ്യം ഇതുപോലെയാണ്. അതിനെ കണ്ടെത്തുന്നവൻ ലോകത്തിലെ താൽക്കാലിക നേട്ടങ്ങളൊക്കെ മാറ്റിവെച്ച് ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുവാൻ മടിക്കില്ല. വചനം നമുക്ക് നൽകുന്ന സന്ദേശം ഈ ഭാഗത്ത് 4 ഉപമകളിലൂടെ ദൈവരാജ്യത്തിന്റെ മഹത്വം നമ്മെ പഠിപ്പിക്കുന്നു. 1. നിധിയുടെ ഉപമ. ദൈവരാജ്യം ഏറ്റവും വലിയ നിധിയാണ്. 2. വിലയേറിയ മുത്തിന്റെ ഉപമ. യഥാർത്ഥ മൂല്യം തിരിച്ചറിയുന്നവർ എല്ലാം വിട്ട് ദൈവത്തെ തിരഞ്ഞെടുക്കും. 3. വലയുടെ ഉപമ. ലോകാവസാനത്തിൽ നീതിമാന്മാരും ദുഷ്ടന്മാരും വേർതിരിക്കപ്പെടും. 4. ഗൃഹനാഥന്റെ ഉപമ. ദൈവവചനം സ്വീകരിച്ചവർ പഴയതും പുതിയതുമായ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. ജീവിത സന്ദേശം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് പണമോ സ്ഥാനമോ അല്ല, യേശു ക്രിസ്തുവാണ്. ദൈവത്തെ തിരഞ്ഞെടുക്കാൻ ചിലപ്പോൾ ചില ത്യാഗങ്ങൾ ആവശ്യമായി വരും. എന്നാൽ ആ ത്യാഗം ഒരിക്കലും നഷ്ടമാകില്ല. നാം ഓരോ ദിവസവും നമ്മോട് തന്നെ ചോദിക്കണം, ഞാൻ അന്വേഷിക്കുന്നത് ലോകത്തിന്റെ നിധിയോ ദൈവരാജ്യത്തിന്റെ നിധിയോ? അവസാനം ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ഇന്ന് തന്നെ വിശുദ്ധിയുടെയും സ്നേഹത്തിന്റെയും ജീവിതം തിരഞ്ഞെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവവചനം കേൾക്കുന്നതിൽ മാത്രം ഒതുങ്ങാതെ അത് മറ്റുള്ളവരിലേക്കും എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം ഓരോ ക്രൈസ്തവന്റേതുമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ ലോകത്തിന്റെ താൽക്കാലിക ആകർഷണങ്ങളെക്കാൾ അങ്ങയുടെ ദൈവരാജ്യത്തെ ഏറ്റവും വലിയ നിധിയായി കാണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയെ കണ്ടെത്താൻ ആവശ്യമായ ത്യാഗങ്ങൾ സന്തോഷത്തോടെ ചെയ്യുവാനുള്ള കൃപ നൽകണമേ. ഞങ്ങളുടെ ജീവിതം വിശുദ്ധിയിലും സ്നേഹത്തിലും സത്യത്തിലും വളരട്ടെ. അവസാനം അങ്ങയുടെ നിത്യരാജ്യത്തിൽ ഞങ്ങൾക്കും ഇടം ലഭിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാം, മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ